ഹേ ഓൾ വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ലിറ്റററി ക്രിറ്റിസിസം 14th ചാപ്റ്ററാണ്. ലിയോ ടോൾസ്റ്റോയ് വാട്ട് ഈസ് ആർട്ട്. സോ ലിയോ ടോൾസ്റ്റോയ് പറയുന്നത് ആർട്ട് ജസ്റ്റ് ബ്യൂട്ടി മാത്രമല്ല, പക്ഷേ അത് ഫീലിങ്സിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്നാണ്. സോ എന്താണ് ഈ ആർട്ട് എന്ന് പറയുന്നത്? സോ ലിയോ ടോൾസ്റ്റോയിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡീപ്ലി ഫീൽ ചെയ്തിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ വഴി മറ്റുള്ളവർക്കും ഈ ഒരു സെയിം ഇമോഷൻ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരാളൊരു സാഡ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കേൾക്കുന്ന ആൾക്കും കൂടി സാഡായിട്ട് ഫീൽ ആയാൽ അതാണ് ആർട്ട് എന്ന് പറയുന്നത്. സോ ആർട്ട് ഈസ് ഈക്വൽ ടു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫീലിങ്സ്. സോ ടോൾസ്റ്റോയ് ഇതിനെ കമ്പയർ ചെയ്യുന്നത് സ്പീച്ചുമായിട്ടാണ്. അദ്ദേഹം പറയുന്നത് സ്പീച്ച് തോട്ട്സിനെയാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആർട്ട് ഫീലിങ്സിനെയാണ് ഷെയർ ചെയ്യുന്നത്. സോ ആർട്ട് എന്ന് പറയുന്നത് ഇസ് എ ലാംഗ്വേജ് ഓഫ് ഇമോഷൻസ്. അതാണ്. ഇനി എങ്ങനെയാണ് ആർട്ട് കണക്ഷൻ ക്രിയേറ്റ് അല്ലെങ്കിൽ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ആർട്ട് ആൾക്കാരെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് തോന്നുന്ന ഒരു കാര്യം മറ്റുള്ള ആൾക്കും അതേപോലെ തന്നെ ഫീൽ ചെയ്യാണ്. സോ അങ്ങനെയാണ് ആർട്ട് മനുഷ്യന്മാരെ കണക്ട് ചെയ്യുന്നത്. അത് ഇമോഷണൽ കണക്ഷനാണ് അവിടെ വരുന്നത്. അതായത് ഇപ്പം ചില സോങ് പല ആൾക്കാരെയും ഇമോഷണൽ ആക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂവി എല്ലാവരെയും കരയിപ്പിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കും. അങ്ങനെ പല രീതിയിൽ കണക്ട് ചെയ്യാറുണ്ട് ഇമോഷൻസിനെ. സോ ഈ ഒരു ഷെയർഡ് ഫീലിങ്സ് ആണ് ഹ്യൂമൻ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ട്രൂ ആർട്ട് അല്ലെങ്കിൽ എന്താണ് ഫാൾസ് ആർട്ട്? ഇതിന് രണ്ടിനെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. സോ ട്രൂ ആർട്ട് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ഫീലിങ്സിൽ നിന്നുമാണ് വരുന്നത്. അതായത് ആൾക്കാരെ കൊണ്ട് ലവ്, കൈൻഡ്നെസ്, കമ്പാഷൻ ഇതൊക്കെ തോന്നിപ്പിക്കും. സോ ഇത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഫാൾസ് ആയിട്ടുള്ള ആർട്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ഇലൈറ്റ് പീപ്പിളിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ഇത് ബ്യൂട്ടിയും പ്ലഷറിനും മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ ടോൾസ്റ്റോയ് യൂറോപ്യൻ ആർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നുണ്ട്. ബിക്കോസ് പല ഫേമസ് വർക്കുകളും കോംപ്ലക്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കോമൺ പീപ്പിളിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. അവർ ലക്ഷറി അതിനെയൊക്കെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ ട്രൂത്തും കാര്യങ്ങളൊന്നുമല്ല. സോ അദ്ദേഹം ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് അതിൽ ബ്യൂട്ടി മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. നൗ ആർട്ട് ആൻഡ് മൊറാലിറ്റി. സോ ടോൾസ്റ്റോയ് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ട് മോറലും മീനിങ് ഫുള്ളുമായിരിക്കണം എന്നുള്ളതാണ്. സോ ഇറ്റ് ഷുഡ് പ്രൊമോട്ട് ലവ്, ട്രൂത്ത്, ഹ്യൂമാനിറ്റി, ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം. ഇനിയും എങ്ങനെയാണ് ആർട്ട് വർക്ക് ചെയ്യുന്നത്? സോ ടോൾസ്റ്റോയ് യൂസ് ചെയ്യുന്ന വേർഡ് ഇൻഫെക്ഷൻ എന്നാണ്. അതായത് ഒരു ആർട്ടിസ്റ്റ് ഇൻഫെക്ട്സ് അതേഴ്സ് വിത്ത് ഫീലിങ്സ്. ഓക്കെ, ഫീലിങ്സ് വെച്ചിട്ട് ഒരാളെ അങ്ങോട്ട് ഇൻഫെക്റ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ചിരിക്കുന്നു, എന്നിട്ട് മറ്റേ ആളും ഇത് കണ്ടിട്ട് ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇത് കാണുമ്പോൾ അടുത്ത ആൾക്കും അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാർക്കും കരച്ചിൽ വരികയാണ്. സോ ഈ ഒരു ഇമോഷണൽ ട്രാൻസ്ഫറാണ് ആർട്ടെന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി ഒരു വൂൾഫിനെ കണ്ടിട്ട് പേടിക്കുകയാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ കുട്ടി ഇതിനെ ഇങ്ങനെ വിവിഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ ഇത് കേൾക്കുന്ന ലിസണേഴ്സിനും ആ ഒരു സെയിം ഫിയർ എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. സോ ഈ ഒരു ഫീലിംഗ് ആണ് ട്രൂ ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പം സ്റ്റോറി ഇമാജിനറി ആണെങ്കിൽ പോലും ഫീലിങ്സ് റിയൽ ആണെങ്കിൽ അത് തന്നെയാണ് എന്ത് ട്രൂ ആർട്ട് എന്ന് പറയുന്നത്. ഇനിയും ആർട്ട് എങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് ടോൾസ്റ്റോയ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ പ്ലഷർ, എൻ്റർടൈൻമെൻറ്റ്, അലങ്കാരം ഇത് മാത്രമായിരിക്കില്ല. ആർട്ട് എന്ന് പറയുന്നത് ഫീലിംഗ് പ്ലസ് എക്സ്പ്രഷൻ പ്ലസ് ഷെയറിങ്. ഒരു സംഭവം ഫീൽ ചെയ്യുക, അത് എക്സ്പ്രസ് ചെയ്യുക, അതിന് ഷെയറിങ്, ഇതാണ് ട്രൂ ആർട്ട് എന്ന് പറയുന്നത്. വീണ്ടും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആർട്ട് ജനറേഷൻസിനെ കണക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, അതായത് ആർട്ട് വഴി ഇപ്പം ഒരാൾക്ക് എത്രയോ മുന്നേ തോന്നിയ കാര്യം നമുക്കിപ്പം ഇന്നും അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ ആർട്ട് ക്യാരി ചെയ്യുന്നത് ഇമോഷൻസാണ്. ദാറ്റ് ഈസ് ഫ്രം ദ പാസ്റ്റ് ടു ദ പ്രസൻറ്റ്. ഇത് നമുക്ക് ഹ്യൂമൻ എക്സ്പീരിയൻസസിനെ എത്രയോ മുമ്പ് നടന്നതാണെങ്കിൽ പോലും അങ്ങനെയുള്ള എക്സ്പീരിയൻസസിനെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനിയും എങ്ങനെയാണ് ആർട്ടൊരു മീൻസ് ഓഫ് ഹ്യൂമൻ കണക്ഷനായി മാറുന്നത്? ഈ ഒരു ആർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന് മറ്റുള്ളവരുമായിട്ട് ഫീലിങ്സ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീപ്ലി മനസ്സിലാക്കാനും സാധിക്കുന്നു. ഈ ഒരു ആർട്ട് ഇല്ലായിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ സെപ്പറേറ്റഡ് ആയേനെ. അതുപോലെ തന്നെ സൊസൈറ്റിയൊക്കെ കോൾഡായിട്ട് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോയേനെ എന്നാണ് ടോൾസ്റ്റോയ് പറയുന്നത്. സോ ആർട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സോ ടോൾസ്റ്റോയ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് ഫീലിങ്സ് ഷെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അവർ ചിലപ്പോൾ ആനിമൽസിനെ പോലാവും, അല്ലെങ്കിൽ ബീസ്റ്റിനെ പോലാവും എന്നൊക്കെയാണ്
ടോൾസ്റ്റോയ് പറഞ്ഞു, അതായത് സൊസൈറ്റി ഭയങ്കര വയലൻറ്റും ഡിവൈഡഡും ഒക്കെ ആയിട്ട് മാറും. സോ ഹ്യൂമൻ സിവിലൈസേഷന് ആർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നെസസറി ആണ് എന്നുള്ള കാര്യമാണ്. സോ ഇനി വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ എബിലിറ്റീസ് ആണ്. സോ അദ്ദേഹം വളരെ പ്രൈസ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, അബൌട്ട് ഹ്യൂമൻ എബിലിറ്റീസ് 2 മെയിൻ എബിലിറ്റീസിനാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് സ്പീച്ചാണ്, 2 ആർട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻസ് തോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട് സ്പീച്ച് വഴി, ആൻഡ് ഫീലിങ്സിന് ആർട്ട് വഴിയാണ് ഷെയർ ചെയ്യുന്നത്. സോ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആർട്ടാണ് കുറച്ചുകൂടി സ്പെഷ്യൽ, കാരണം അതാണ് ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നത്. ഇനി സൊസൈറ്റിയിലുള്ള ആർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ നമുക്ക് നോക്കാം. ടോൾസ്റ്റോയ് പറയുന്നത് ആർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ലാംഗ്വേജ്, അതൊരു സ്പീച്ചാണ്, കമ്മ്യൂണിക്കേഷനാണ്. സോ ഇത് ഇമോഷൻസിനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ പ്രോഗ്രസ്സും യൂണിറ്റിയും ഒക്കെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇവിടെ മെയിനായിട്ട് വരുന്ന ഒരു ഫൈനൽ ഐഡിയ എന്ന് പറയുന്നത്, ആർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, പക്ഷേ മനുഷ്യന്മാരെ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പവർഫുൾ ടൂളാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. സോ ഈ ആർട്ട് ഉള്ളതുകൊണ്ടാണ് ഇമോഷണൽ ഷെയറിങ് മനുഷ്യരുടെ ഇടയിൽ വരുന്നത്. സോ ഇൻ കൺക്ലൂഷൻ, അക്കോർഡിംഗ് ടു ലിയോ ടോൾസ്റ്റോയ്, ആർട്ട് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്, അതുപോലെ ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ ഹ്യൂമൻ കണക്ഷൻ, മോറൽ ആൻഡ് സോഷ്യൽ ഫോഴ്സ്. സോ ആർട്ടില്ലാതെ ഹ്യൂമൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ട്രൂലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഓർത്ത് വെക്കേണ്ട കാര്യം, ലിയോ ടോൾസ്റ്റോയ് എങ്ങനെയാണ് ആർട്ടിനെ കണ്ടിരുന്നത്, എന്താണ് ട്രൂ ആർട്ട് അല്ലെങ്കിൽ എന്താണ് ട്രൂ പോയട്രി, അതുപോലെ തന്നെ എന്തൊക്കെ ഹ്യൂമൻ എബിലിറ്റീസാണ് അദ്ദേഹം പ്രേസ് ചെയ്ത് നടന്നതും, അതുപോലെ ആർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ ഇതിൽ മെയിനായിട്ട് പറയാൻ പോകുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.